എൻ്റെ ജൂണിനെ കണ്ട തീരെ വയ്യാതെ കിടക്കുക, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ജീവിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മടിയിൽ തന്നെ കിടത്തിയിരിക്കുന്നത്. ഇത് കയ്യെ പിടിച്ചാണ് കണ്ട. അവന് എന്നെ വിട്ടു പോകാൻ ഇഷ്ടമില്ല. അത്രയ്ക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമായിരുന്നു അവന്. ഞാൻ വെള്ളം ഒഴിക്കുമ്പോഴെല്ലാം കൂടെ എൻ്റെ പുറത്തോട്ട് ചാടി കയറില്ലെങ്കിൽ ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് വേണം വെള്ളം ഒഴിക്കാൻ. അവന് വിഷമിച്ച് കിടക്കുകയാണ്, അവനറിയാം. അവനിനി അധികം സമയമില്ലെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. അവനെ കൈ പിടിച്ചേ. അവസാന സമയത്ത് പോലും അവൻ അമ്മയോട് എന്തൊരു സ്നേഹമാണ്. ഞാൻ ഇനിയും ആരെയും വളർത്തൂല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളവരുടെ കാര്യം കഴിഞ്ഞാൽ എനിക്ക് ആരെയും വേണ്ട. എനിക്ക് ഈ സങ്കടം സഹിക്കാൻ വയ്യ. ഇപ്പം കൊച്ചിയറുമ്പ് മരിച്ച്, മഞ്ഞപ്പെണ്ണും മരിച്ച്. ഡോക്ടർ പറഞ്ഞ് ഒരു പ്രത്യേകതരം വൈറസാണ്, ഇത് കൂടിയ ജീവിക്കൂല, പിന്നെ നമുക്ക് മരുന്ന് ചെയ്യാമെന്നേ ഉള്ളൂ. ഇവന് ഞാൻ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയാണ്. അവന് ഇഷ്ടമില്ല, എന്നാലും ഞാൻ കൊടുക്കും. ഇപ്പം മണി രാത്രി 10 എപ്പം മുതലേ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നോ എൻ്റെ മടിയിൽ. എൻ്റെ മടിയിലിരിക്കാനാണ് അവനിഷ്ടം. കുഞ്ഞേ ഞാൻ ഗ്ലൂക്കോസൊക്കെ കൊടുത്ത്. മോന് ഭയങ്കര വിഷമമാണ്. ഒരുത്തനെ കാണാനില്ല, സുഖമായി. അവനും ഇതുപോലെ തന്നെ തോന്നുന്നു, കഴുത്തിലെന്തോ. അവനെ ഇന്നലെ രാവിലെ മുതൽ കാണാനില്ല. ഇവനെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ലായിരുന്നു. ഞാൻ ഈ ലോകം മുഴുവൻ നടന്നിട്ടും അവൻ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നലെ ഇവിടെ വെളിയിൽ കിടത്തിയപ്പോൾ അവന് സുഖമില്ലായിരുന്നു. അപ്പോൾ അവൻ പൂച്ചകളല്ലേ, അവരെ അടച്ചൊന്നുമല്ല വളർത്തുന്നത്. ഈ ലോകം മുഴുവൻ നടന്ന് പിന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ അവൻ മരിച്ചു പോയെങ്കിൽ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയെങ്കിൽ ഇവിടെ അടക്കാമായിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അവൻ വന്നു. പിന്നെ ഇത്രയും നേരം ഇപ്പം 12 മണിക്കൂറായി. അവന് ഞാൻ 2 നേരം മരുന്ന് കൊടുത്ത്, രാവിലെ 10 മണിക്കും ഇപ്പം രാത്രി 8 മണിക്കും മരുന്ന് കൊടുത്ത്, പിന്നെ ഗ്ലൂക്കോസ് കൊടുത്ത്. അതൊന്നും അവന് ഇഷ്ടമല്ല കുടിക്കാനായിട്ട്, എന്താണെന്ന് അറിഞ്ഞൂടെ. ഇനി ഞാൻ ആരെയും വളർത്തൂല, എനിക്ക് മതിയായി. നമ്മൾക്ക് വരുന്ന കുഴപ്പങ്ങളാണ് കുട്ടികൾ ഏറ്റെടുക്കുന്നത്. കിടക്കുന്ന കിടപ്പ് കണ്ടാവൻ. ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല. ഇനി പ്രാർത്ഥിച്ചാലൊന്നും ഫലമില്ല. ഞാൻ മാത്രം പ്രാർത്ഥിക്കാം. അവന് ഭയങ്കര വിഷമം കൊണ്ട് എന്നെ വിട്ട് പിരിഞ്ഞു പോകാൻ. കണ്ട കൈ വെച്ച് പിടിക്കുന്നുണ്ട്. കൈ ഞാനിട്ട് ഇങ്ങനെ ആക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. എന്തമ്മ കൈയുടെ പുറത്തെടുത്ത് കൈ വെച്ചിരിക്കുന്നതാണ്ട. ഞാനിങ്ങനെയായിട്ട് ചെയ്യാനാണ്. ജീവിച്ചിരുന്നെങ്കിൽ കൈ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് അവൻ നോക്കുന്നത്.
ഇത് കണ്ട, കൈ കണ്ട ഷിവർ ചെയ്യുന്നുണ്ട്, കൈ കണ്ട വിറയ്ക്കുന്നുണ്ട്. കൈ വിറയ്ക്കുന്നു. ഞാനിത് വീഡിയോ ഇടുമോയെന്ന് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടിയായിട്ടാണ് എടുത്തത്. ചിലപ്പോൾ ഞാൻ ഇട്ടേക്കും, ഇട്ടാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ടെക്നിക്കുകളൊന്നും അറിഞ്ഞൂടാ റീറ്റെയിൻ ചെയ്യാനുള്ളത്. യൂട്യൂബ് ആകുമ്പോഴത്തേക്ക് അതിൽ കിടക്കുമല്ലോ. എല്ലാവരോടും അവനിഷ്ടമാണ്. പിന്നെ വെച്ചേക്കട്ടെ.